ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീനെന്ന എഫേസ്യ ലേഖനം 6:10 വചനം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു സത്യം, ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ ശത്രു പിശാചാണ്. ആ ശത്രുവിനോട് മനുഷ്യൻ്റെ സ്വന്തം ശക്തി കൊണ്ട് പോരാടിയാൽ ജയിക്കുകയില്ല. മറിച്ച് ക്രിസ്തു കുരിശിൽ നേടിയ വിജയത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മ സഹായത്താൽ ദൈവം തന്നിരിക്കുന്നതും എഫേസ്യ ലേഖനം 6:10 മുതൽ 17 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതുമായ ക്രിസ്തീയ സർവായുധവർഗം എടുത്തുകൊണ്ട് പോരാടണം. ഈ യുദ്ധത്തിൽ ഒറ്റയ്ക്കാകരുത്. വിശ്വാസികളുടെ കൂട്ടമായ സഭയോടൊപ്പമാകണം നമ്മുടെ സ്ഥാനം. പൈശാചിക നിയന്ത്രണത്തിൽ കഴിയുന്ന ഈ ലോകത്തിൽ ക്രിസ്ത്യാനിക്ക് ഇത് അതിജീവനത്തിൻ്റെ വഴി കൂടിയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണ കവചമായ അവിടുത്തെ ശരീരമായ ദൈവരാജ്യത്തിൽ വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ലോകത്തിലെ തിന്മകൾക്കെതിരെ പോരാടി ജയിക്കുവാൻ സാധിക്കും. പക്ഷേ അതിന് വിശുദ്ധി ഒരാവശ്യ ഘടകമാണ്. സാത്താനോടുള്ള ദൈവത്തിൻ്റെയും ദൈവവിശ്വാസിയുടെയും യുദ്ധം സ്ഥിരമാണ്. ഈ ലോക ജീവിതത്തിൽ അനുദിനം നാം പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള സഹായമായ കൃപ ആഗ്രഹിക്കുന്നവരോടൊപ്പം ഉണ്ടായിരിക്കും. സത്യം, നീതി, സമാധാനം, വിശ്വാസം എന്നീ ആയുധവർഗങ്ങൾ പ്രാർത്ഥനയിലൂടെയും അനുസരണത്തിലൂടെയും നാം ദിവസവും ധരിക്കണം. ഈ അവകാശം സഭയ്ക്കും വ്യക്തിക്കും കൂട്ടായി നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് അത് തിന്മയ്ക്കെതിരായ കൂട്ടായ പ്രതിരോധമാകുകയുള്ളൂ. എങ്കിലേ കുടുംബവും സഭയും സമൂഹവും രാജ്യവും ഒക്കെ ആത്മീയ വിജയം പ്രാപിക്കുകയും താതനോടൊപ്പം വസിക്കുവാനിടയാകുകയുമുള്ളൂ. മുൻഭാഗങ്ങളിൽ പറഞ്ഞുവല്ലോ, ഭാര്യാഭർത്താക്കന്മാർ സ്വർഗരാജ്യത്തിലെ പടയാളികളായി ഒരുമനപ്പെട്ടു നിന്നുകൊണ്ട് ക്രിസ്തീയ സർവായുധവർഗം എടുത്ത് പോരാടുമ്പോൾ കുടുംബങ്ങൾ സാത്താനെ ജയിക്കുകയും വിശുദ്ധിയുള്ള കുടുംബവും തലമുറയും ഉണ്ടാകുക വഴി ഭൂമിയിൽ കുടുംബമാകുന്ന പറുദീസ ഭൂമിയിൽ രൂപപ്പെടും. അങ്ങനെ ക്രിസ്തീയ കുടുംബങ്ങൾ രൂപാന്തരപ്പെട്ടാൽ സഭ ക്രിസ്തുവിൻ്റെ വിശുദ്ധ ഗാത്രമായി തീരും. സഭ വിശുദ്ധമാകുമ്പോൾ അവർ അധിവസിക്കുന്ന ദേശം വിശുദ്ധവും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതുമാകും. അങ്ങനെ ദേശവും രാജ്യവും ലോകവും വിശുദ്ധമാക്കപ്പെട്ടാൽ ദൈവ നിയന്ത്രണത്തിലാകുകയും എല്ലാവർക്കും നീതിയും സ്നേഹവും സമാധാനവും സന്തോഷവും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലവും ലഭിക്കും. നാമും നമ്മുടെ കുടുംബവും സഭയും ദേശവും രാജ്യവും ഒക്കെ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. നന്മയോ തിന്മയോ എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ നമ്മുടെ തീരുമാനത്തിന് വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന സത്യം വിസ്മരിക്കരുത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.